ബൈബിൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജീവൻ അപഹരിച്ച ഏറ്റവും വലിയ വിപത്ത് മഹാപ്രളയമായിരുന്നു. നോഹയുടെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന സംഭവമായിരുന്നു അത്. എത്ര പേർ മരിച്ചുവെന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. എന്നാൽ 8 പേർ മാത്രമാണ് ഈ വിപത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അത് നോഹയുടെ കുടുംബം മാത്രമായിരുന്നുവെന്ന് രേഖകൾ പറയുന്നു. എന്നാൽ ഒരു സംശയം ഇതാണ്: ഈ 8 പേർ പെട്ടകത്തിൽ പ്രവേശിച്ചപ്പോൾ മറ്റെല്ലാവരും എന്തു ചെയ്യുകയായിരുന്നു? നോഹയുടെ കാലത്തെ ജലപ്രളയത്തെക്കുറിച്ചുള്ള വിവരണം പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം 6, 7, 8 അധ്യായങ്ങളിൽ കാണാം. എന്നാൽ നാം എത്ര സൂക്ഷ്മമായി തിരഞ്ഞാലും നോഹയും കുടുംബവും ഒഴികെ മറ്റുള്ളവർ എന്തു ചെയ്യുകയായിരുന്നു എന്നതിനെക്കുറിച്ച് ഒരു രേഖയും കാണുന്നില്ല. ആ സമയത്ത് മറ്റുള്ളവർ എന്തു ചെയ്യുകയായിരുന്നു? എന്തുകൊണ്ടാണ് അവർക്ക് ആ വിപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാഞ്ഞത്? ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ബൈബിൾ വാക്യം മത്തായി 24 അധ്യായം 37 വാക്യമാണ്. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. അവിടുന്ന് ക്രൂശിൽ മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് ചൊവ്വാഴ്ച യേശുക്രിസ്തു ഏകദേശം 2000 വർഷങ്ങൾക്ക് ശേഷം, അതായത് ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെ സ്ഥിതി എങ്ങനെയായിരിക്കുമെന്ന് പിൻവരുന്ന പ്രകാരം പ്രവചിച്ചു. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. എന്നിരുന്നാലും ഇവിടെ വളരെ രസകരമായ ഒരു കാര്യം ജലപ്രളയത്തിന്റെ സമയത്ത് ആളുകൾ എന്തു ചെയ്യുകയായിരുന്നു എന്നതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു വിവരണം നൽകുന്നു എന്നതാണ്. നോഹയും കുടുംബവും പെട്ടകത്തിൽ പ്രവേശിച്ചപ്പോൾ മറ്റുള്ളവർ തിന്നും കുടിച്ചും പതിവ് പോലെ തങ്ങളുടെ ജീവിതം നയിക്കുകയായിരുന്നു. മഴ പെയ്ത് വെള്ളം ഉയർന്നപ്പോഴും എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് അവർക്ക് ഒരു ധാരണയുമില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ ആകാശം പിളർന്നു പോകുന്നത് പോലെ കനത്ത മഴ പെയ്തിട്ടും യാതൊരു തയ്യാറെടുപ്പുകളും നടത്താതെ അവർ എന്തിനാണ് വെറുതെ ഇരുന്നത്? ആ മഴ അത്ര വലിയൊരു ജലപ്രളയത്തിന് കാരണമാകുമെന്ന് അക്കാലത്തെ ആളുകൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവരെന്തെങ്കിലും ചെയ്യാൻ തുനിഞ്ഞപ്പോഴേക്കും സമയം വളരെ വൈകിപ്പോയിരുന്നു. നോഹയുടെ ജലപ്രളയത്തെ ചിത്രീകരിക്കുന്ന മൈക്കലാഞ്ചലോയുടെ ചുവർചിത്രമായ ജലപ്രളയം ഉപേക്ഷിക്കപ്പെട്ടവരുടെ രൂപങ്ങളെ വ്യക്തമായി പകർത്തിയിരിക്കുന്നു. അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കം കാരണം ചിത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന മിക്ക ആളുകളും ശരിയായ വസ്ത്രം പോലും ധരിച്ചിട്ടില്ല. വെള്ളം കുറച്ചുകൂടി ഉയർന്നാൽ മുങ്ങിപ്പോകുമെന്ന് തോന്നുന്ന ഇടുങ്ങിയതും അപകടകരവുമായ കൂടാരങ്ങളിൽ ചിലർ മഴയിൽ നിന്ന് രക്ഷ നേടുന്നു. മറ്റു ചിലർ പെട്ടകത്തിൽ കയറി പറ്റിയെങ്കിലും അകത്തേക്ക് കടക്കാൻ വഴിയില്ലാത്തതിനാൽ ഒരു കോടാലി കൊണ്ട് ആഞ്ഞുവെട്ടുന്നു. നമ്മുടെ പ്രതീക്ഷകളെ കവിയുന്ന വിപത്തുകളെ അഭിമുഖീകരിക്കുമ്പോൾ മനുഷ്യർ എത്രമാത്രം നിസ്സഹായരാണെന്ന് ഈ ചിത്രീകരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതേ സാഹചര്യം ഇന്നും സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ ഫലം ഒരുപക്ഷെ ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമായിരിക്കില്ല. അപ്രവചനീയത ഇതുതന്നെയാണ് വിപത്തുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. എന്നിരുന്നാലും നോഹയുടെ കാലത്തുണ്ടായതുപോലെ തന്നെയായിരിക്കും എന്ന വചനം പോലെ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും പ്രവചനാതീതമായ വിപത്തുകളുടെ ഭീഷണി വിവിധ രൂപങ്ങളിൽ പതിയിരിക്കുന്നു എന്നതാണ് പ്രശ്നം. വ്യവസായവൽക്കരണവും വിവിധ സാങ്കേതിക വിദ്യകളുടെ പുരോഗതിയും കാരണം മുൻകാലങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത പെട്ടെന്നുള്ള വിപത്തുകൾ ഇപ്പോൾ നമുക്ക് ചുറ്റും ധാരാളമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സംഭവിക്കുന്ന സമയം, സ്ഥലം, രീതി, അതിന്റെ വ്യാപ്തി ഇവയിലൊന്നിൽ പോലും ഒരു കുറവുമില്ലാത്ത പൂർണ്ണമായ തയ്യാറെടുപ്പ് എന്നൊന്നില്ല. ഒഴിവാക്കാനാവാത്ത ഇത്തരം വിപത്തുകൾക്ക് മുൻപിൽ നാം എന്ത് ചെയ്യണം? മനുഷ്യന്റെ കഴിവിനും പരിശ്രമത്തിനും മാത്രം തീർച്ചയായും പരിമിതികളുണ്ട്. അങ്ങനെയുള്ള നമുക്ക് ഏറ്റവും പൂർണ്ണവും ഉറപ്പുള്ളതുമായ ഒരു പ്രതിവിധി ബൈബിൾ വെളിപ്പെടുത്തി തരുന്നു. അതാണ് പുതിയ നിയമത്തിലെ പെസഹ. പെസഹായുടെ കൊറിയൻ പേര് ചാടിക്കടക്കുക, കടന്നുപോകുക എന്നീ ചിഹ്നങ്ങളിൽ നിന്നാണ് വന്നത്. ഇത് വിപത്തുകൾ കടന്നുപോകുമെന്ന് സൂചിപ്പിക്കുന്നു. വിപത്തുകൾ കടന്നുപോകുമെന്ന് അർത്ഥമാക്കുന്ന ഇംഗ്ലീഷ് പദമായ പാസ് ഓവറിലും ഇത് പ്രതിഫലിക്കുന്നു. പുതിയ നിയമ പെസഹ ആചരിക്കുമ്പോൾ വിപത്തുകളിൽ നിന്ന് നമുക്ക് സംരക്ഷണം ലഭിക്കുമെന്ന് ഉറപ്പുള്ളതിന്റെ കാരണം ഈ സംരക്ഷണം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഒരു അതീന്ദ്രിയ ശക്തിയായ ദൈവമാണ് എന്നതുകൊണ്ടാണ്. വാസ്തവത്തിൽ പെസഹ ആചരിച്ചവർ വിപത്തുകളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടതായി ബൈബിൾ രേഖപ്പെടുത്തുന്നു. ഇസ്രായേലിയർ ഈജിപ്തിൽ അടിമകളായിരുന്നപ്പോൾ മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ഒരു വിപത്തിൽ ദേശം മുഴുവൻ ഭയന്ന് വിറച്ചെങ്കിലും അവർ പെസഹ ആചരിച്ച് ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടു. ഏകദേശം 800 വർഷങ്ങൾക്ക് ശേഷം ശക്തമായ അശൂർ സാമ്രാജ്യം ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ പെസഹ ആചരിച്ചതുകൊണ്ട് അവർ വീണ്ടും സംരക്ഷിക്കപ്പെട്ടു. ദൈവത്തിന്റെ വാഗ്ദാന പ്രകാരം പെസഹ ആചരിച്ചവർ എല്ലാത്തരം വിപത്തുകളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടു. പെസഹ ആചരിക്കുന്നത് കൊണ്ട് മാത്രം വിപത്തുകളെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുമോ? ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളോട് തന്നെ ഈ ചോദ്യം ചോദിക്കുന്നുണ്ടാവാം. എല്ലാ വിപത്തുകൾക്കും നമുക്ക് പൂർണ്ണമായി തയ്യാറെടുക്കാൻ കഴിയില്ല. കാരണം അവ എപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. യാദൃച്ഛികമായോ ഭാഗ്യം കൊണ്ടോ അപകടമൊന്നും സംഭവിക്കാതിരിക്കുന്നത് തീർച്ചയായും നല്ലത് തന്നെ. എന്നാൽ എല്ലാ നിമിഷവും ഭാഗ്യത്തിനും യാദൃച്ഛികതയ്ക്കും വിട്ടുകൊടുക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഭാഗ്യം, യാദൃച്ഛികത തുടങ്ങിയ അനിശ്ചിതമായ കാര്യങ്ങളെക്കാൾ ഉപരി നമുക്ക് ഉറപ്പുള്ള ഒരു വാഗ്ദാനമാണ് ആവശ്യം. അതുതന്നെയാണ് പുതിയ നിയമത്തിലെ പെസഹ.